റേപ്പ് കേസിൽ നിന്നും രോഹിത്തിനെ രക്ഷിച്ചത് അലീനയാണെന്ന് മനസ്സിലാക്കിയ കമല എന്ത് വില കൊടുത്തും അലീനയെ സ്വാധീനിച്ച് ഹരിയെ കൂടി രക്ഷിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അലീനയെ കാണാനായിട്ട് കമല ചെല്ലുന്ന സമയത്ത് അലീന പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കമല. അപ്പോൾ എങ്ങനെയാണ് ഇനി തുടർന്ന് കഥ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ സ്റ്റോറിയിൽ പറയാൻ പോകുന്നത്. ഇത് റിയലായിട്ട് നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റോറി പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കോടതി അവർക്ക് ജാമ്യമൊക്കെ നിഷേധിച്ചല്ലോ. ഹരിക്കും രോഹിത്തിനും ജാമ്യം നിഷേധിച്ചു. ഒന്നാം പ്രതി ഹരിയാണെങ്കിൽ രണ്ടാം പ്രതിയായിട്ട് രോഹിത്തിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വാർത്തയൊക്കെ ന്യൂസ് പേപ്പറിൽ വന്നപ്പോൾ എല്ലാവരും ഞെട്ടിത്തരച്ചിരിക്കുകയാണ്. കൃഷ്ണമോളാണെങ്കിൽ ഇനി ഭാവിയില്ല, ഇരുളടഞ്ഞു പോയി, മുന്നോട്ട് ഇനി ജീവിതമില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഇനി എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചു പോകുന്നുണ്ട്. അലീനയ്ക്കും തന്നെ എന്ത് പറഞ്ഞ് കൃഷ്ണമോളെ സമാധാനിപ്പിക്കണം എന്ന് മനസ്സിലാവുന്നില്ല. കാരണം പത്രത്തിലൊക്കെ ന്യൂസ് വന്നു. അത് മാത്രമല്ല, വീട്ടിന് പുറത്ത് ആളുകൾ തടിച്ചു കൂടിയിട്ട് വീട്ടിലേക്ക് കല്ലെടുത്ത് എറിയുന്നു, ഗ്ലാസ് പൊട്ടിക്കുന്നു, മൊത്തം പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാരൊക്കെ ഇളകിയിരിക്കുകയാണ്. ഈ വീട്ടിൽ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് മനസ്സിലാവണം. അത് മാത്രമല്ല, ഇനിയിപ്പോൾ അങ്ങനെ അലീനയെക്കുറിച്ച് ഒരു കേസ് വന്നല്ലോ, രോഹിത്തും ഹരിയും കൂടി അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് അവൾ സ്വയം കത്രിക കൊണ്ട് കുത്തിയിട്ട് ഹോസ്പിറ്റലിലാവുകയും ചെയ്തു. അത് കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ഒരുപാട് കാശ് അവൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അലീനയുടെ അക്കൗണ്ടിലേക്ക് ബാലചന്ദ്രൻ അന്ന് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. അലീനയ്ക്ക് ചിലവായ, അലീനയ്ക്ക് ഹോസ്പിറ്റലിൽ എത്ര ബില്ലടച്ചോ അത്രയും തുക തന്നെ അവളുടെ അക്കൗണ്ടിലേക്ക് ബാലചന്ദ്രൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു തെളിവായിട്ട് പോലീസ് കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വൈജയന്തി ആണെങ്കിൽ ഈ ന്യൂസൊക്കെ അറിഞ്ഞിട്ട് ആകെ തകർന്നു പോവാണ്. അവിടെ ഹോസ്പിറ്റലിലുള്ള ആളുകളൊക്കെ വൈജയന്തിയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരുപാട് മോശമായിട്ടാണ് സംസാരിക്കുന്നത്. വൈജയന്തിക്ക് ആരോടും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ദേഷ്യപ്പെടാൻ പറ്റുമോ? അതുമില്ല. പണ്ടത്തെ വൈജയന്തിയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നാൽ കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റുമോ? നാണം കെട്ട് ആകെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് വൈജയന്തി. അവിടെയുള്ള ഹോസ്പിറ്റലിലെ സ്റ്റാഫാണെങ്കിലും മറ്റു രോഗികൾക്ക് കൂട്ടുവന്നവരാണെങ്കിലും ഒക്കെ വന്ന് വൈജയയോട് വളരെ മോശമായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പത്രമൊന്നും നമ്മുടെ ഗോവർദ്ധനൻ കൊടുക്കുന്നില്ല. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിൽ അച്ചടിച്ച് വന്നിരിക്കുന്ന ഓരോ വരിയും എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഗോവർദ്ധന എന്ന് പറയണം. എന്താണെങ്കിലും ഫോണും പത്രമൊന്നും ഇല്ലാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ ശേഷം അലീന കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ പുറത്തുള്ള ആളും ബഹളമൊക്കെ ഒഴിഞ്ഞ സമയത്താണ് കൃഷ്ണമോളോടും ബബിതയോടും വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, വാതിൽ തുറക്കരുത്, പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അലീനയെ കാണുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. പോലീസുകാർ കൊണ്ടുപോയിട്ട് നിന്നെ ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല അച്ഛാ, അതൊക്കെ ഈ കേസിൻ്റെ ഭാഗമല്ലേ, അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കും. എന്നാലും എന്നോട് എന്തോ ശത്രുതയുള്ളതുപോലെയാണ് പോലീസുകാർ പെരുമാറിയത് എന്ന് പറയുമ്പോൾ, നിന്നോട് എന്ത് ശത്രുത? അത് അന്ന് ഞാൻ കുത്തേറ്റ് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ അച്ഛാ, അതിന് ഞാൻ കേസ് കൊടുക്കാഞ്ഞതിനാണ് എന്നോട് അവർക്ക് ദേഷ്യമുള്ളത്. അന്നേ രോഹിത്തിനെതിരെയും ഹരിക്കെതിരെയും കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്ന് പറയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊരു കണക്കിൽ അവർ പറയുന്നത് ശരി തന്നെയാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അത് ഞാൻ നിഷേധിക്കുന്നില്ല അച്ഛാ, പക്ഷേ എനിക്കിപ്പോൾ ആ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ താല്പര്യമില്ല, എനിക്ക് പരാതിയില്ല എന്നും പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഭീഷണിപ്പെടുത്തി അതുപോലെ മോശമായിട്ട് സംസാരിച്ചുമൊക്കെയാണ് പരാതി വാങ്ങിപ്പിക്കാനായിട്ട് അവരിരുന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ, അങ്ങനെ ശരിയാവത്തില്ലല്ലോ, അവർക്ക് ആരധികാരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. സാരമില്ല അച്ഛാ, എന്താണെങ്കിലും കൃഷ്ണമോള് തക്ക സമയത്ത് രേവതിക്കുട്ടിയെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് രേവതിക്കുട്ടി മാമച്ചനെങ്കിലെയും ഗ്രേസമ്മാൻ്റെയും കൂട്ടിയിട്ട് അവളുടെ ഗ്രേസമ്മാൻ്റിയുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയിട്ട് അവർ വഴിയാണ് അച്ഛൻ എന്നെ ഇങ്ങനെ ഇറക്കാൻ സഹായിച്ചത് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാമച്ചനും ഗ്രേസമ്മയും എന്ത് ചെയ്തു? അതായത് അച്ഛാ, ഗ്രേസമ്മ ആൻറ്റിയുടെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. ആ കസിൻ ബ്രദർ വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ പാലാ DVSPയുടെ മകളെയാണ് എന്ന് പറയാട്ടോ. അവരങ്ങനെ മതം മാറി കല്യാണം കഴിച്ചത് കൊണ്ട് അവർ അത്ര രസത്തിലൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് അവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ
നന്നായി എന്ന് പറയണം. ആ സമയത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ എന്നെ രക്ഷിക്കാനായിട്ട് അവർക്ക് അവിടെ ചെന്ന് അവരോട് സംസാരിക്കേണ്ടി വന്നതും അതുവഴി ആ ചേച്ചി അവരുടെ അച്ഛനെ വിളിച്ച് പാലാ DVSPയെ വിളിച്ച് സംസാരിച്ചിട്ട് ആ പാലാ DVSP മധുസൂദനൻ നായരാണ് എന്നെ വന്ന് രക്ഷിച്ചത് എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ മധുസൂദനൻ നായരെ എനിക്കറിയാം, പുള്ളി ജോലിയിൽ കർക്കശമാണ്, ഒരു ഒരു എന്താ പറയുക തെറ്റൊന്നും ചെയ്യത്തില്ല, പക്ക നല്ല പെർഫെക്റ്റാണ് ആൾ, അല്ലാതെ അഴിമതിക്കൊന്നും കൂട്ടം നിൽക്കുന്ന ആളല്ല, ശരിയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ആളാണ് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ ആ സാറ് വന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റിയത് എന്ന് പറയണം. എന്താണെങ്കിലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരാതിയുണ്ട്, ഞാൻ പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, നമുക്ക് പരാതി കൊടുക്കാമെന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം അലീന ചെല്ലുന്നത് വൈജയുടെ അടുത്തേക്കാണ്. വൈജയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് വൈജ ഭയങ്കര തകർന്ന് കിടക്കുകയാണല്ലോ, ഈ പത്രവാർത്ത കണ്ടിട്ട് ആകെ വിഷമിച്ച് കിടക്കുകയാണ്. ആ എന്താ പറയുക, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ് തന്നെയാണ് ഈ പത്രം കൊണ്ടുപോയിട്ട് വൈജയ്ക്ക് കൊടുത്തത്. അപ്പോൾ അത് കണ്ടിട്ട് ആകെ തകർന്നിരിക്കുകയാണ്. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന അങ്ങോട്ടേക്ക് വരുന്നത് കാണുമ്പോൾ ദേഷ്യം ഇരട്ടിക്കുകയാണ് വൈജയ്ക്ക്. വൈജ പറയുന്നുണ്ട്, നീ കാരണമാടി എൻ്റെ മകൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞ് അലീനയെ വഴക്ക് പറയണം. അപ്പോൾ ആ സിസ്റ്റർ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ, നീ ഞങ്ങളുടെ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, നശിച്ചവളെ, ഒരു പഴച്ചവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീനയെ വളരെ ദുഷിച്ച് സംസാരിക്കുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മകൻ ഒരു പെണ്ണിനെ പോയി റേപ്പ് ചെയ്തത്, ഞാൻ പറഞ്ഞു അവനോട് പോയി റേപ്പ് ചെയ്യാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ, നീ പറയേണ്ടടി, നീ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ആമ്പിള്ളേരാകുമ്പോഴേ അവരുടെ മനസ്സൊക്കെ ഇങ്ങനെ ചാഞ്ചാണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ആ സമയത്തല്ലേ ഇത്തിരി തൊലി വെളുപ്പം കൊണ്ട് നീ വീട്ടിലേക്ക് കയറി വന്നത്, നീ കയറി വന്നപ്പോൾ അവരുടെ മനസ്സൊക്കെ നമുക്ക് ചാഞ്ചാടി, അതിൽ വന്നതാടി ഇതൊക്കെ എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനായോ കുറ്റം, എനിക്ക് ഇച്ചിരി നിറവും സൗന്ദര്യം വന്നതായോ കുറ്റം എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ പറയുമ്പോൾ, അതേടി നീ തന്നെയാണ് കാരണക്കാരി, നീ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ വന്നാലും വന്നില്ലെങ്കിലും ഇതെല്ലാം ഇതിനപ്പുറം സംഭവിക്കും. കാരണം അവരെ പ്രസവിച്ചത് നിങ്ങളെപ്പോലൊരു സ്ത്രീയല്ലേ, നിങ്ങളല്ലേ അവരെ പ്രസവിച്ചത്, നിങ്ങളല്ലേ അവരെ വളർത്തിയത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിങ്ങളുടെ വളർത്തുകൊണ്ടാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്തിട്ടാടി, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ മക്കളെ നന്നായിട്ട് തന്നെയാണ് വളർത്തിയത്, അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് അവരെ സ്നേഹിച്ചും ഒക്കെ തന്നെയാണ് വളർത്തിയത്. നിങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ നിങ്ങൾ ഒരു കാര്യം മറന്നു, അവരെങ്ങനെ പുറത്ത് ജീവിക്കുന്നു, അവരാരോടൊക്കെ പെരുമാറുന്നു, അവരെങ്ങനെ കൂട്ടുകൂടുന്നു എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് എന്തായിരുന്നു ആകെ ചിന്ത ഉണ്ടായിരുന്നത്, ജോലിക്ക് പോകണം, പണം സമ്പാദിക്കണം, ബാങ്ക് ബാലൻസ് കൂട്ടണം, അച്ഛൻ്റെ മുകളിൽ കയറിയിരുന്ന് വീട് ഭരിക്കണം, അത് മാത്രമായിരുന്നില്ലേ നിങ്ങളുടെ ചിന്ത. അതുകൊണ്ടാണ് നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ വഴി പിഴച്ചു പോയത് എന്ന് പറയാണ് അലീന. എൻ്റെ മക്കളൊന്നും വഴി പിഴച്ചു പോയിട്ടില്ല, ആകെ രോഹിത്തിന് മാത്രം ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, അതിന് കാരണം നീ മാത്രമാണ്, നീ ഒറ്റൊരുത്തിയാണ് അതിന് കാരണം, അച്ഛന് നിന്നെ കൊണ്ടുവരാൻ കണ്ടൊരു സമയം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ മാത്രമല്ല മകളും വൈകാതെ എന്തെങ്കിലും ഒരു കുടുക്കിൽ ചെന്ന് ചാടും, ഉറപ്പാണ്. അധികം വൈകാതെ മകളുടെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയും, അതോടുകൂടിയിട്ട് നിങ്ങളുടെ ഈ അഹങ്കാരമൊക്കെ കണ്ട് തീർന്നോളും എന്ന് പറയുമ്പോൾ, എൻ്റെ മകൾക്ക് എന്ത് പറ്റി, അപ്പോൾ ബബിതയെക്കുറിച്ചാണ് പറയണതെന്ന് മനസ്സിലാവുന്നുണ്ട്. ബബിത എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ, ബബിത ചെയ്യേണ്ടതൊക്കെ ബബിത ചെയ്യുന്നുണ്ട്, നിങ്ങളെ കണ്ടല്ലേ അവളും പഠിച്ചേക്കുന്നത്, നിങ്ങളൊരു മതിൽ, അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടുമെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് അവസ്ഥ. നിങ്ങൾ വേലി ചാടിയപ്പോൾ മകൾ മതിലല്ല വൻമതിലാണ് ചാടാൻ പോകുന്നത്. എന്താണെങ്കിലും നിങ്ങളെപ്പോലുള്ള ഒരു വിധി തന്നെയാണ് നിങ്ങളുടെ മകൾക്കും വരാനിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വൈജൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നെപ്പോലെയുള്ളൊരു വിധി എന്ന് പറയുമ്പോൾ എന്തോ അതിൽ ദുരുദ്ദേശം വെച്ചതായിട്ട് മനസ്സിലാക്കണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, എന്നെപ്പോലൊരു വിധി എന്ന് ചോദിക്കുമ്പോൾ, വേറൊന്നുമല്ല, നിങ്ങളെപ്പോലുള്ളൊരു വിധി തന്നെയാണ് അവൾക്ക് വരാൻ പോകുന്നത്. എന്താണെങ്കിലും ഇതിൽ കൂടുതലൊന്നും അവൾക്ക് വരാൻ പോകുന്നില്ല, അവൾക്ക് വരാനുള്ളതൊന്നും വേറെ എവിടെയും പോവില്ല, അവൾക്ക് തന്നെ കിട്ടും, അവളത് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എന്നൊക്കെ പറയണം. നിങ്ങളിവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ കിടന്നോ, മക്കളുടെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നോ, എങ്ങനെയാണ് മക്കൾ ജീവിക്കുന്നതെന്നോ ഒന്നും അറിയാൻ അന്വേഷിക്കുകയും ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അലീന ദേഷ്യപ്പെടണം. അപ്പോൾ എന്താണെങ്കിലും രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു മൈൻഡ് അലീനയ്ക്കുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നല്ല, എന്താ സത്യാവസ്ഥ എന്നറിയണം എന്നുള്ളൊരിതാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ എന്തായാലും റേപ്പ് കേസിൽ നല്ലൊരു പൊസിഷനിലെത്തിയില്ലേ, ഇനിയിപ്പോൾ മകളും അടുത്തൊരു പൊസിഷനിലെത്തും, ആ കൃഷ്ണമോളെങ്കിലും എനിക്ക് അതിൽ നിന്ന് രക്ഷിക്കണം, അത്ര മാത്രമേ എൻ്റെ ചിന്തയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വൈജയ്ക്കാകെ നെഞ്ച് പൊട്ടിപ്പോവട്ടെ. കാരണം ഇത്രയൊന്നും വൈജയന്തി പ്രതീക്ഷിച്ചിട്ടില്ല.
അങ്ങനെ പിന്നീടാണ് അലീന ഇങ്ങനെ ബാലചന്ദ്രനെ കൂട്ടിയിട്ട് ബാലചന്ദ്രനൊക്കെ ഡിസ്ചാർജ് ആയതിന് ശേഷം രോഹിത്തിനെ കാണാനൊക്കെ ഇങ്ങനെ ജയിലിലേക്ക് പോകുന്നുണ്ട്. ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവരോട് നല്ല രീതിയിലല്ല രോഹിത്ത് പെരുമാറുന്നത്. എന്നെ ഇറക്കി കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ട, എനിക്കിവിടെ നിന്ന് ഇറങ്ങണ്ട എന്നൊക്കെ രോഹിത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ശരണ്യയുടെ വീട്ടിലേക്ക് ശരണ്യയെ കാണാനായിട്ട് പോവുകയാണ്. അതായത് അവളെ സ്വാധീനിക്കാനോ അതിനോ ഒന്നിനും വേണ്ടിയിട്ടല്ല, ശരണ്യയെ കാണണം, ശരണ്യെ ഒന്ന് ആശ്വസിപ്പിക്കണം. അതായത് ബാലചന്ദ്രനോട് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെപ്പോലെ തന്നെ എല്ലാ കൊച്ചും അച്ഛൻ എന്നെ സംരക്ഷിച്ചില്ലേ, എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തന്നില്ലേ, ഞാനിങ്ങനെ എനിക്കെതിരെ രോഹിത്തും ഹരിയൊക്കെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയപ്പോൾ അതുപോലെ തന്നെയല്ല അച്ഛാ ആ പെങ്കൊച്ചും, അത് ചെറിയ കുട്ടിയല്ലേ, +2 പഠിക്കുന്ന കുട്ടിയല്ലേ, ആ കുട്ടിക്ക് എനിക്ക് പറ്റിയതിനേക്കാളും വലിയ ദുരന്തമല്ലേ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ട്രോമയിൽ നിന്ന് ആ കുട്ടി മുന്നോട്ട് ഇങ്ങനെ അതൊക്കെ മാറി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ എന്നൊക്കെ പറയണം. എനിക്ക് ആ കുട്ടിയൊന്ന് പോയി കാണണം അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന പോകുന്നത്. അങ്ങനെ അലീന അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അങ്ങനെ ഒരു കോളനി പോലുള്ളൊരു ഏരിയയാണ്. ആ കോളനിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ കോളനി എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് വീടുകളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ ശരണ്യയുടെ വീടുള്ളത്. അങ്ങനെ ശരണ്യയുടെ വീടൊക്കെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചു അത് മീഡിയയിൽ നിന്നാണെന്നാണ് വിചാരിക്കുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മീഡിയയിൽ നിന്നാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയണം. പിന്നെ ആരാ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ രോഹിത്തിൻ്റെ ചേച്ചിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഞാൻ രോഹിത്തിൻ്റെ ചേച്ചിയാണെന്നിങ്ങനെ പറയണം. അത് കേട്ടതും അവിടെയുള്ള ആൾക്കാർ അതായത് ശരണ്യയുടെ ചേട്ടനുണ്ട്. ശരണ്യയുടെ ചേട്ടൻ ഭയങ്കര വയലൻ്റ് ആവുകയാണ്. അയാളാണെങ്കിൽ വലിയ പ്രായമൊന്നുമില്ല കേട്ടോ, ഡിഗ്രിക്കോ അങ്ങനെ എന്തോ പഠിക്കുന്ന ഒരു ചേട്ടനാണ്. ഭയങ്കര വയലൻ്റ് ആവുന്നുണ്ട്. അമ്മേ അച്ഛ ഇതേ നോക്കിയതേ അവൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞ് വന്നേക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി തടിച്ചു കൂടിയിട്ട് അലീനയെ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരാളെ കിട്ടിയല്ലോ, ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് മതിയായില്ലേടി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ കേൾക്ക് എന്നൊക്കെ പറയുമ്പോൾ, നീ ഒന്നും പറയണ്ടാടി പിഴച്ചവളെ, നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ, പണക്കാരായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തും ചെയ്യാലോ, ഞങ്ങളുടെ കൊച്ചിൻ്റെ ജീവിതം പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അലീനയായിട്ട് വട്ടം കറങ്ങി ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയ്ക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ അലീന അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അലീന അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ്, ആൾക്കാർ വയലൻ്റ് ആവും എന്നുള്ളത് അലീനയ്ക്ക് അറിയാം. അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് അലീന അങ്ങോട്ടേക്ക് ചെന്നിട്ടുള്ളത്. ആ സമയത്ത് ശരണ്യയുടെ ചേട്ടനാണെങ്കിൽ ഇവളെ കത്തിക്കണം, മണ്ണെണ്ണയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അവളുടെ മേലൊക്കെ ഒഴിച്ചിട്ട് കത്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അലീന ആ സമയത്താണ് നമ്മുടെ ഓട്ടോ ഷാജി ഉണ്ടല്ലോ, ഷാജിയേട്ടൻ അതുവഴി വരുന്നത്. അപ്പോൾ ഷാജിയേട്ടൻ്റെ വീട് അവിടെയാണ്. അങ്ങനെ ആ ഷാജി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ആൾക്കൂട്ടം കണ്ടിട്ട് വന്ന് നോക്കുമ്പോൾ അലീന ഇങ്ങനെ മണ്ണെണ്ണയിൽ കുളച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ഷാജി വേഗം വന്നിട്ട് അവരെ തടയുന്നുണ്ട്. നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത്? അപ്പം തീപ്പെട്ടിയൊക്കെ കത്തിക്കാനായിട്ട് പോകുമായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ കുട്ടിയോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവർ പറയുന്നുണ്ട്, ഇതേ ആ മറ്റവൻ്റെ ചേച്ചിയാണ് ഇവനെ ഇവിടെ വന്നിട്ട് ഇനി ശരണ്യനെ കണ്ടിട്ട് നമ്മുടെ കൊച്ചിനെ കണ്ടിട്ട് കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞയച്ചതാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയണത്? ഈ കുട്ടി അവൻ്റെ ചേച്ചിയൊന്നുമല്ല, അവരുടെ വീട്ടിലെ വേലക്കാരിയാണിത്, എനിക്ക് അറിയാവുന്ന കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇവള് തന്നെയാണല്ലോ ചേച്ചിയാണെന്ന് പറഞ്ഞത് എന്ന് പറയാട്ടോ അവിടെ ഉള്ളവർ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തിക്ക് ഈ പെൺകുട്ടി നാളെ പോയി കേസ് കൊടുത്താലേ നിങ്ങളെല്ലാവരും കൂടി പോയി ജയിലിൽ കിടക്കേണ്ടി വരും, അതൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊന്ന് പിൻവലിയുന്നുണ്ട്. അങ്ങനെ ഷാജി തന്നെ അലീനെ അവിടെ നിന്ന് രക്ഷിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാട് മൊത്തം ആകെ ഇളകിയിരിക്കുകയാണ്. ഇയാളുടെ വീട്ടിലെ കുട്ടിയാണോ ആ ചെറുക്കൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയണം. പിന്നെ എന്തിനാണ് അവൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവനെ എൻ്റെ സഹോദരനായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയണ അലീന. സഹോദരനായിട്ട് കാണാൻ പറ്റിയ ജന്മമൊന്നുമല്ല അത് മാത്രമല്ലല്ലോ, നിന്നെ വരെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണല്ലോ പത്രത്തിലൊക്കെ അച്ചടിച്ച് വന്നേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് പറയണം. എന്നാലും പിന്നെ നീ എന്തിനാണ് അവിടെ തന്നെ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഷാച്ചിയുടെ അമ്മയും സഹോദരിയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് അലീന പറയുന്നുണ്ട്, അതിനെനിക്കൊരു കാരണമുണ്ട്, എനിക്ക് അവിടെ വിട്ട് പോകാൻ പറ്റത്തില്ല, അതൊക്കെ പിന്നീട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഷാജി തന്നെയാണ് അലീനയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കുന്നത്.
അതിനുശേഷം അലീന വീണ്ടും വരുന്നുണ്ട്, വീണ്ടും ഇങ്ങനെ ശരണ്യെ കാണാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ശരണ്യ അകത്തേക്ക് അലീന അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ശരണ്യയുടെ ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് ഉൾവലിഞ്ഞ് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവിടെ നിൽക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, നീ എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഒരു പരങ്ങല്ലാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീയല്ലേ എൻ്റെ മേലിൽ മണ്ണെണ്ണ ഒഴിച്ച് എന്നെ കത്തിക്കാനൊക്കെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ ഒന്ന് പരങ്ങുന്നുണ്ട്. കാരണം കേസൊക്കെ ആക്കിയിരുന്നെങ്കിൽ അലീന അതിന് കേസൊന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ ഷാജി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കുട്ടി നിങ്ങൾക്കെതിരെ കേസൊന്നും കൊടുക്കുന്നില്ല, അവൾ ശരണ്യെ കാണാനായിട്ട് വന്നതാണ്, കണ്ട് സംസാരിച്ചോട്ടെ, അവൾക്കും ഇങ്ങനൊരു അപകടം പറ്റിയതാണ് അവനിൽ നിന്നിട്ട്, എന്നിട്ടും അവളവിടെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ ഷാജി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീന പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് ശരണ്യാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയും അങ്ങനെ ശരണ്യയും അതുപോലെ അലീനയും ഭയങ്കര കൂട്ടാവുന്നുണ്ട്. സ്വന്തം ചേച്ചിയെ പോലെയാണ് ശരണ്യ അലീനയെ കാണുന്നത്. അപ്പോൾ ശരണ്യ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ചേച്ചിയുടെ ആരുമല്ല, എന്നിട്ടും എന്തിനാണ് എന്നോട് ഇത്രയും സ്നേഹമൊക്കെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ, നിന്നെപ്പോലെ ഒരു അനിയത്തിക്കുട്ടി എനിക്കുണ്ട്, രേവതിക്കുട്ടി, പിന്നെ കൃഷ്ണമോള്, ഇവരെ പോലെയാണ് ഞാൻ നിന്നെയും കാണുന്നത്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ഭയങ്കര ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരത്തിനിടയ്ക്കാണ് ശരണ്യയുടെ നാവിൽ നിന്ന് അറിയാതെ രോഹിത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അലീന തിരിച്ചറിയുകയും പിന്നീട് ശരണ്യയോട് ഇങ്ങനെ സംസാരിച്ച് രോഹിത്തിനെ രക്ഷിക്കുന്നതിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് രോഹിത്തിനെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ കേസ് വിളിക്കുന്ന സമയത്ത് ശരണ്യ തന്നെ പറയുന്നുണ്ട്, മറ്റു 3 പേരുമാണ് തന്നെ റേപ്പ് ചെയ്തത്, രോഹിത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും അങ്ങനെ രോഹിത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിത്തിന് ജാമ്യം ലഭിക്കുന്നുണ്ട്. പക്ഷേ കേസ് പൂർണ്ണമായിട്ടും തീരാത്തത് കാരണം തൽക്കാലം ജാമ്യത്തിൽ വിടുകയാണ്. അങ്ങനെ ജാമ്യം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അലീനയ്ക്ക്. പിന്നീട് വീണ്ടും അലീന ശരണ്യെ ചേർത്ത് പിടിക്കുന്നുണ്ട്. രോഹിത്തിനെയും കൂട്ടിയിട്ട് ശരണ്യെ കാണാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീന. പിന്നീടാണ് രോഹിത് അലീന തൻ്റെ ചേച്ചിയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നുമല്ല കഥയിലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അലീനയാണ് രോഹിത്തിനെ രക്ഷിച്ചത് എന്നുള്ള ആ കാര്യം കമല അറിയുമ്പോൾ കമല കിടന്ന് കല്ലിത്തുള്ളുക കേട്ടോ മനുവിൻ്റെ അടുത്ത്. ഓ, അവനെ രക്ഷിച്ചെടുത്തു, എൻ്റെ മോൻ ഒരുത്തനുണ്ട്, അതിനെ രക്ഷിക്കാൻ ആരുമില്ല, ഇവിടെ ഒരു ചേട്ടനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, അതും ആ വേലക്കാരി പെണ്ണ് ആ വീട്ടിൽ ആ ചെറുക്കനെ രക്ഷിച്ചെടുത്തു, എന്താ അവൾ അങ്ങനെയൊക്കെ ചെയ്ത്, ഇവിടെ ഒരു നിനക്ക് നിൻ്റെ സ്വന്തം ചോരയെ രക്ഷിക്കാൻ നിനക്കൊന്നും ചെയ്യാനില്ലേ എന്നൊക്കെ പറഞ്ഞ് കമല കിടന്ന് തുള്ളി മറിയുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്. മനു പറയുന്നുണ്ട്, അമ്മേ, അത് രോഹിത് തെറ്റ് ചെയ്തില്ല എന്ന് തെളിഞ്ഞത് കൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്, അല്ലാതെ അലീന രക്ഷിച്ചെടുത്തതൊന്നുമല്ല, ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അലീന കണ്ടെത്തി, അത് കോടതിയിൽ തെളിയിച്ചു, അത് കാരണമാണ് രോഹിത് രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ, എൻ്റെ മോനും തെറ്റൊന്നും ചെയ്തിട്ടില്ല, ആ രോഹിത് വലിച്ചു കൊണ്ടുപോയി പെടുത്തിയതാണ് ഹരി എന്നൊക്കെ പറയുമ്പോൾ, അമ്മ ഇത് കൂടുതൽ സംസാരിക്കരുത്, എൻ്റെ വാലിരിക്കുന്നത് അമ്മ കേൾക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മനു ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അങ്ങനെ വൈജയേട്ടനെ വിളിക്കുന്നുണ്ട് കമല. വൈജയനെ വിളിച്ചിട്ട് രോഹിത്തിനെ രക്ഷിച്ചത് അലീനയാണ് എന്നുള്ള കാര്യമൊക്കെ വൈജയൻ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ വൈജയനെ കമല വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹരിയെ പെടുത്തിയതാണ് രോഹിത് കൊണ്ടുപോയിട്ട്, എന്നിട്ട് രോഹിത്തിനെ മാത്രം രക്ഷിച്ചെടുത്തിരിക്കുന്നു, അത് എവിടുത്തെ ന്യായമാണ്, ഹരിയെ കൂടി രക്ഷിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ ഭയങ്കര രീതിയിലാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് വൈജയ് പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയത്തില്ല, ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് എന്ത് ചെയ്യാനാണ്, ഹരി തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവനെ ശിക്ഷിച്ചത്, രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവനെ വെറുതെ വിട്ടത് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല വൈജയ്, എന്താണെങ്കിലും രോഹിത്തിനെ പോലെ തന്നെയല്ലേ ഹരിയും, നമുക്ക് അവനെ കൂടി രക്ഷിച്ചെടുക്കണ്ടേ എന്നൊക്കെ പറയണം. വൈജയ് ഒരു കാര്യം ചെയ്യും, വൈജയ് ഒന്ന് അലീനയോട് പറ അവനെ രക്ഷിച്ചെടുക്കാൻ, അവനെ കൂടി ഒന്ന് രക്ഷിക്കാൻ പറ എന്ന് പറയുമ്പോൾ, എന്നെക്കൊണ്ടൊന്നും വയ്യ അവളുടെ കാല് പിടിക്കാൻ, ഞാനിതുവരെ ആരുടെയും കാല് പിടിക്കാനൊന്നും പോയിട്ടില്ല, അവൾക്ക് തോന്നി അവൾ ചെയ്തു, പിന്നെ അതുമാത്രമല്ല രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് തെളിഞ്ഞു, കോടതിക്ക് ബോധ്യമായി, അതുകൊണ്ടാണ് അവനെ വെറുതെ വിട്ടത്, അല്ലാതെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും വൈജയ് നീ ഒന്ന് പറ, നീ പറഞ്ഞാൽ ചിലപ്പോൾ അവൾ കേൾക്കും, അവൾ അനുസരിക്കും, ഹരിയെ കൂടി ഒന്ന് രക്ഷിക്കാൻ പറയുമെന്ന് പറഞ്ഞ് വൈജയനോട് ഇങ്ങനെ കെഞ്ചുമ്പോൾ വൈജ എനിക്ക് പറ്റത്തില്ല എന്ന് തന്നെ പറയാട്ടോ. അങ്ങനെ പിന്നീട് വൈജയോട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് കമല ഫോൺ വെക്കുന്നത്. പിന്നെ മനുവിനോട് പറയുന്നുണ്ട്, എടാ മനു, നീ ഒന്ന് പറ അലീനയോട് ഹരിയെ കൂടി രക്ഷിക്കാൻ, എന്തെങ്കിലും അവൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്ന് പറയുമ്പോൾ, അമ്മ തന്നെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ മതി, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, കാരണം ഹരി തെറ്റ് ചെയ്തവനാണ്, എനിക്ക് പറ്റത്തില്ല അവളുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ തല കുനിച്ച് നിൽക്കാൻ, അലീന ന്യായത്തിൻ്റെ പക്ഷത്ത് മാത്രം നിൽക്കുന്ന ആളാണ്, തെറ്റിൻ്റെ കൂടെ നിൽക്കത്തില്ല എന്ന് പറയണം. അങ്ങനെ മനുവും കൈയൊഴിയുന്നുണ്ട്, വൈജയും കൈയൊഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ അലീനയെ കാണാനായിട്ട് കമല
ചെല്ലുന്നുണ്ട് കടപ്പാട്ടൂരിലേക്ക് കേട്ടോ. അപ്പോൾ കമല അങ്ങോട്ടേക്ക് ചെല്ലാനൊക്കെ മടി കാണിക്കുന്ന ആളാണ്. പക്ഷേ എന്ത് ചെയ്യാം, ബാലചന്ദ്രൻ അന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ, അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടൊന്നും പോവാറില്ലല്ലോ. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ കമല ചെല്ലുന്ന സമയത്ത് അലീനയോട് പറയുന്നുണ്ട്, നീ രോഹിത്തിനെ രക്ഷിച്ചില്ലേ, നീ ഹരിയെ കൂടി ഒന്ന് രക്ഷിച്ചെടുക്കുക, അവനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കമലയ്ക്ക് നല്ല മറുപടി കൊടുക്കുകയാണ് അലീന പറയുന്നുണ്ട്, നിങ്ങൾക്ക് മക്കളെ വളർത്താൻ അറിയത്തില്ല, നിങ്ങൾ മക്കളെ അങ്ങോട്ട് അഴിച്ചങ്ങോട്ട് വിട്ടേക്കായിരുന്നു, മക്കളെ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ അന്വേഷിച്ചില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ മക്കളെ, അതും ഹരിയെ നിങ്ങളാണ്ട് അഴിച്ചു വിട്ടു. അതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഹരി തെറ്റ് ചെയ്തിട്ടുണ്ട്, ഹരി തെറ്റുകാരനാണ്, അതിനുള്ള ശിക്ഷ ഹരിക്ക് കിട്ടുക തന്നെ ചെയ്യും. രോഹിത് തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് രോഹിത് രക്ഷപ്പെട്ടത്, അല്ലാതെ ഞാനായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, എത്ര പണം വേണോ, സ്വർണ്ണം വേണോ ഒക്കെ ഞാൻ തരാം, ആ കുട്ടിയെ കണ്ട് ഒന്നും മൊഴി മാറ്റി പറയിപ്പിക്കുക, അവൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും, ഹരിയെ ഒന്ന് രക്ഷിച്ച് കിട്ടിയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പൊന്നും പണവും കൊണ്ട് നിങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് ചെന്നാൽ മതി, അവരെ പിടിച്ച് പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയണം. അപ്പോൾ തനിക്ക് അലീനയ്ക്ക് പറ്റിയ ആ കാര്യങ്ങളൊക്കെ കമലയും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാണ്, നീ ഏതായാലും ആ കുട്ടിയുമായിട്ട് നല്ല കൂട്ടായതല്ലേ, ഒന്ന് പറ അവളോട്, അവൾ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും കൊടുക്കാം, എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും കൊടുക്കാം, ഒന്ന് മൊഴി മാറ്റി പറയാൻ പറ, ഹരി അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം എന്നൊക്കെ പറയുമ്പോൾ, ശരി ഞാൻ അങ്ങനെ പറയാം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഹരി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക, ഹരിയെ കൊണ്ട് ആ പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കമല ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ കമല ഞെട്ടി ഇങ്ങനെ ധരിച്ച്, എന്താ നീ പറഞ്ഞത്, ഹരിയെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുമോ, ഹരി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെങ്കിൽ ഞാൻ അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാം എന്ന് ചുമ്മാ പറയാട്ടോ, കാരണം അങ്ങനെ ചെയ്യിക്കാൻ ചെയ്യില്ല എന്നറിയാം. അപ്പോൾ കമല പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, ഏതൊക്കെയോ ചെറുക്കന്മാർ അവളെ എന്തൊക്കെയോ ചെയ്തത്, എന്നിട്ട് എൻ്റെ ഹരിയുടെ മേലിൽ അവളെ കെട്ടിവെക്കാനോ, പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ ഏതൊക്കെയോ ചെറുക്കന്മാരല്ല, നിങ്ങളുടെ മകനാണ് അവളെ ഉപദ്രവിച്ചത്, നിങ്ങളുടെ മകനാണ് അവളെ ബലാത്സംഗം ചെയ്തത്, മറ്റു കൂട്ടുകാർക്ക് കാഴ്ചവെച്ചത്, എന്നിട്ട് നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറയാനായിട്ട്, നിങ്ങളൊരു അമ്മയാണോ, നിങ്ങൾക്കും ഇല്ല ഒരു മകള്, ആ മകളുടെ പ്രായമല്ലേ ഉള്ളൂ ഈ കുട്ടിക്ക്, നിങ്ങളുടെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയോ പറയുമോ എന്നൊക്കെ പറഞ്ഞ് കമലയെ നന്നായിട്ട് നല്ല മറുപടി കൊടുത്തിട്ടാണ് കമലയെ പറഞ്ഞയക്കുന്നത്. വളരെ നിരാശയോട് കൂടിയിട്ടാണ് കമല പോകുന്ന സമയത്ത് കമലയാണെങ്കിൽ, നീ നശിച്ചു പോടി, നീ ഗുണം പിടിക്കത്തില്ലടി എന്നൊക്കെ പറഞ്ഞ് അലീനെ ഒരുപാട് പ്രാഗ്യം ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും രോഹിത്തിനെ രക്ഷിച്ചതിന് ശേഷം ഹരിയെ രക്ഷിക്കാൻ കൂടിയിട്ട് കമല ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. പക്ഷേ അതൊന്നും വിജയിക്കുന്നില്ല. അവസാനം ഹരിയും മറ്റ് 2 പേരും ജയിലിലേക്ക് ശിക്ഷ വാങ്ങിക്കൊണ്ട് ജയിലിലേക്ക് പോവുകയാണ്. പിന്നീട് അവർ പുറത്തേക്ക് വരുന്നൊന്നുമില്ല. പിന്നെ രോഹിത്താണെങ്കിൽ പിന്നീട് നല്ല മാറ്റം വരുന്നുണ്ട്. പിന്നീട് മാമച്ചായൻ്റെ വീട്ടിലേക്ക് രോഹിത്തിനെ മാറ്റുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.